ദാണ്ടെ രാവിലെ 5 മണിക്ക് തന്നെ എണീറ്റിട്ടുണ്ട്. ഇന്ന് തിങ്കളാഴ്ചയാണ്. പക്ഷേ ഇന്ന് സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങൾക്കൊന്നും അല്ല എണീറ്റത്. നമുക്ക് മോളെയും കൊണ്ട് ആശുപത്രിയിൽ പോകണം. ആൾക്ക് ചുമ ഇച്ചിരി കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട്. രാത്രി ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. ശനിയാഴ്ച കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഞായറാഴ്ച രാത്രി ആയപ്പോഴത്തേക്ക് ഭയങ്കര ചുമയായി. ഞാനും അവളും ഇങ്ങനെ എണീറ്റിരിക്കും. ചേച്ചി ഇങ്ങനെ വന്ന് ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം അവൾ എൻ്റെ കയ്യിൽ എനിക്ക് ഏതത്തിൽ അവളെ ആ ചുമയും പനിയൊക്കെ വരുമ്പം നോക്കാനായിട്ട് പറ്റത്തുള്ളൂ. ചേച്ചി ഇങ്ങനെ വെള്ളം വേണോ എന്നൊക്കെ ചോദിച്ചു കൊടുത്തും ചേച്ചി ഞങ്ങൾ 3 പേരും ഇങ്ങനെ ഇരിക്കും. അവൾക്ക് ഉറങ്ങാത്തതിൻ്റെ ദേഷ്യം കൂടെ വരികയും ചെയ്യും. മോൾക്ക് ഈ ഉറക്കത്തിൽ ഇങ്ങനെ ചുമയ്ക്കുമ്പം പറ്റത്തില്ല. അവൾക്ക് ചുമച്ച് പിന്നെ വയറുവേദനയാവും, കരച്ചിലാവും. അങ്ങനെ എന്തായാലും ഇന്നിപ്പം ഡോക്ടറിനെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് എന്തായാലും കുറയും അവൾക്ക്. അപ്പം ഞാൻ വിചാരിച്ച കട്ടൻ ചായ ഇടാമെന്ന്. പാൽ ചായയും കുടിച്ചുകൊണ്ടിട്ട് ഇനി ഛർദ്ദിക്ക് വല്ലതും ചെയ്താലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ 6:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. കട്ടൻ ചായയൊക്കെ കുളിച്ച് വൃത്തിയായിട്ട് ഞങ്ങൾ 6:30 ആയപ്പോൾ ഇറങ്ങി. കാരണം 7 മണി തൊട്ട് 7:30 വരെ ഡോക്ടർ വീട്ടിൽ നോക്കത്തുള്ളൂ. നമ്മൾ വീട്ടിലാണ് പോകുന്നത്, ഹോസ്പിറ്റലിലല്ല, വീട്ടിൽ പോവുക. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടിട്ടിങ്ങ് വരാം. എന്തെങ്കിലും ചെക്കപ്പൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആശുപത്രിയിൽ പോവുക ചെയ്യുന്നത്. അപ്പോൾ അതാണ്ട് ഞങ്ങളാണെന്ന് തോന്നുന്നു രാവിലെ ഇവിടുന്ന് എണീറ്റ് പോകുന്നത്. ഗേറ്റൊക്കെ അടച്ചിട്ടിരുന്നതായിരുന്നു. അങ്ങനെ ഗേറ്റൊക്കെ തുറന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ റോഡിലൊന്നും ഒരു തിരക്കും കാണത്തില്ല. നമ്മളെ പട്ടികൾ കാണും, ചന്തയ്ക്കകത്ത് പട്ടികളുണ്ടല്ലോ അവർ കാണും, നമ്മളെ കാക്കകൾ, പിന്നെ ലോഡിങ്ങുകാർ, അങ്ങനെ ആൾക്കാരൊക്കെ കാണത്തുള്ളൂ. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. പക്ഷെ മഴയില്ല. പക്ഷേ അടഞ്ഞു കിടക്കുവാണ്. ഞങ്ങൾ കുടയും എടുത്തില്ലായിരുന്നു. കുട നമ്മൾ മുള ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി പിന്നെ ഞങ്ങളെ ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ട് ATM പൈസ എടുക്കാനായിട്ട് പോയി. ഞങ്ങൾ അവിടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് അരമണിക്കൂറേ ഡോക്ടർ നോക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇത്തിരി നേരത്തെ തന്നെ ചെല്ലണം. കാരണം ഡോക്ടർ നോക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെല്ലുന്നെങ്കിൽ പിന്നെ നമ്മൾ ആശുപത്രിയിൽ പോകേണ്ടി വരും. അങ്ങനെ അതാണ്ട് ഡോക്ടറെ വീട്ടിലെത്തി. ഡോക്ടറെ വീട്ടിൽ ചെറിയൊരു ഇതുപോലെ ഇറക്കിയിട്ടുണ്ട്. അവിടെ നമ്മൾക്ക് കൺസൾട്ടിങ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഡോക്ടർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അധികം ഇരിക്കേണ്ടി വന്നില്ല. വേറെ പേഷ്യൻ്റ് ആരും ഇല്ലായിരുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടിട്ടിറങ്ങാൻ പറ്റി. ഇവിടെ വൈകിട്ട് ഇതിനേം കാട്ടി തിരക്കാണ് വൈകിട്ട്. മിക്കുള്ളവരും വൈകുന്നേരമാണ് വരുന്നത്. പിന്നെ ഞങ്ങൾ മെഡിസിൻ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ മെഡിക്കൽ സ്റ്റോറൊന്നും തുറന്നിട്ടില്ലല്ലോ. 10 മണിയാകുമ്പോഴല്ലേ ഇനി തുറക്കത്തുള്ളൂ. അപ്പോൾ ചേച്ചി പോയി എടുത്തോളൂ. പെട്ടെന്ന് മോൾക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാമ്പാറൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ടാണ് പോയത് ചൂടാക്കാനുള്ള. പിന്നെ ഞാൻ ഗോതമ്പ് ദോശ ആക്കാമെന്ന് എഴുതി. അതാകുമ്പോൾ മോൾ കഴിക്കും. പിന്നെ ചായ വെച്ച് വെള്ളം വെച്ച് സാമ്പാറൊക്കെ ചൂടാക്കി. പിന്നെ ഗോതമ്പും ഒരു മുട്ടയും സൺഫ്ലവറും ഉപ്പും ഇട്ടിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് ദോശ ചൂടുന്നതാണ്. പിന്നെ നമ്മൾ ചോറിനുള്ള വെള്ളം എടുത്ത് വെച്ച് മോൾക്ക് കഞ്ഞിക്കുള്ളത് കുക്കറിൽ അരിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ച് അടുപ്പ് ഒഴിയും തോറും നമുക്ക് ഓരോന്ന് ആക്കാമല്ലോ. പിന്നെ മോൾക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്. അതുപോലെ തന്നെ എനിക്കും ഉണ്ട്. കാരണം അവളിങ്ങനെ ചുമയ്ക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ എണീറ്റിരിക്കുകയും തോളിലിടുകയും ഒക്കെ ചെയ്തല്ലേ ഇരിക്കുന്നത്. അപ്പം എനിക്കും ഉറക്കം ശരിയായില്ലെങ്കിൽ എനിക്കും പ്രശ്നമാണ്. പിന്നെ ഇനിയിപ്പോൾ ചേച്ചി എന്നെ നോക്കേണ്ടി വരും. കാരണം എനിക്ക് ഉറക്കമൊക്കെ ഒഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എനിക്ക് BP കുറയും. അങ്ങനത്തുള്ള പ്രശ്നം എനിക്കും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് വെച്ചിട്ട് വേണം ഇത്തിരി നേരം ഒന്ന്. പക്ഷേ ആ രാത്രി ഉറങ്ങുന്ന ഇതെന്തായാലും കിട്ടില്ല. തലവേദന അന്നേരം പോലെ എനിക്ക് തലവേദന ഉണ്ട്. ഇനിയിപ്പം ഇന്ന് രാത്രി ഉറങ്ങുമ്പോഴേ അതൊന്ന് മാറി കിട്ടത്തുള്ളൂ. അങ്ങനെ പെട്ടെന്ന് കണ്ട് അവൾക്കുള്ള ദോശയും കാര്യങ്ങളൊക്കെ ആക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വലിയ ദോശ കൊടുത്ത് ഞാൻ അരി കഴുകാനോ എന്തോത്തിനോ പോയപ്പോഴത്തേക്ക് ചേച്ചി എടുത്ത് വന്ന് പറഞ്ഞ് കുട്ടി ദോശ വേണമെന്ന്. അങ്ങനെ ചേച്ചി കുറച്ച് കുട്ടി ദോശ കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ എന്നും പറഞ്ഞിട്ട് കുട്ടി ദോശയൊക്കെ ചുട്ടു കൊടുത്ത്. എന്തായാലും അതെല്ലാം കഴിച്ചു. വിശപ്പുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ബസ്സിലൊക്കെ രാവിലെ പോയിട്ട് വന്നില്ലേ, 5 മണിക്ക് എണീറ്റതല്ലേ പുള്ളിക്കാരി. അങ്ങനെ പിന്നെ അത് അവൾക്ക് എല്ലാം കൊടുത്ത് അരിയൊക്കെ കഴുകി വെച്ച്. നമ്മളെ കാലാവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഇല്ല, ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച് ബീൻസ് ഇച്ചിരി മോശമായിരുന്നു. അത് വിഴുക്കോ തോരനോ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്തെങ്കിലും ആക്കാമെന്നും പറഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുളക് ചിലതൊക്കെ ചീത്തയാവുന്നുണ്ട്. ചീത്തയാവുന്നത് ഞാൻ നുള്ളിപ്പറക്കി കളയുന്നുണ്ട്. പിന്നെ ഞാനെടുത്ത് കഴുകിയും പോയി. അന്ന് മുതൽ മഴയും ആ വെയിൽ കണ്ടുകൊണ്ടാണ് കഴുകിയത്. പക്ഷേ പിന്നീട് വെയിൽ വന്നിട്ടില്ല. അതിൽ നിന്ന് ഇപ്പോഴും വെള്ളം അങ്ങനെ പൂർണ്ണമായിട്ട് പോയിട്ടുമില്ല. ഇതെന്താവുമെന്നൊന്നും എനിക്കറിയാനും പാടില്ല. എന്തായാലും ഞാൻ കുടയിലിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. വെയിൽ വരുന്നിടത്തെല്ലാം ഓടി അതും കൊണ്ട് ഞാൻ നടക്കുന്നുണ്ട്. പക്ഷേ മുളക് മാത്രം ഉണങ്ങുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ അതാണ്ട് നമ്മൾ കാപ്പി കുടിക്കാമെന്ന് കരുതി ചേച്ചിയാണ് പിന്നെ ദോശ മൊത്തം ചുട്ടത്. അങ്ങനെ ദോശയൊക്കെ കൊണ്ടുവച്ച് ചായയും ദോശയൊക്കെ കഴിച്ച് പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്ന്. കാരണം ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം കിടന്നതിന് ശേഷമാണ് ഞാൻ വന്ന് പിന്നെ വീഡിയോ എടുത്തത്. ഉച്ചയായപ്പം നല്ലോണം ഉറങ്ങാൻ പറ്റില്ല. കാരണം മോൾ ഉറങ്ങത്തില്ല. അതുകൊണ്ട് എനിക്ക്
നമുക്ക് ഇതായിട്ട് ഉറങ്ങാനും പറ്റത്തില്ല. അപ്പോൾ മോരുണ്ട്, ചമ്മന്തിയുണ്ട്, തോരൻ വെച്ച് ഞാൻ. പിന്നെ മോൾക്ക് വേണ്ടിയിട്ട് കഞ്ഞി വെച്ച്. അവളിത് കുടിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പനി ഇല്ലെങ്കിൽ അവൾക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. കഞ്ഞിയും പഴങ്കഞ്ഞിയും ഏറ്റവും ഇഷ്ടം. പക്ഷേ പനി വരുമ്പം അത് എല്ലാവരെയും പോലെ തന്നെ കഞ്ഞി കുടിക്കാനായിട്ട് മടിയാണ്. പ്രത്യേകിച്ച് ഞാനും അങ്ങനെ. പനി വന്നാൽ കുടിക്കാൻ ഭയങ്കര പ്രശ്നമാണ് എനിക്ക്. അതുപോലെ തന്നെ അവൾക്കും കഞ്ഞി കുടിക്കോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും അതും ചെയ്ത് വെച്ചിട്ടുണ്ട്. കുടിച്ചില്ലെങ്കിൽ അവളുടെ ഇഷ്ടം പോലെ ചോറെങ്കിൽ ചോറ് കൊടുക്കാമെന്ന് കരുതി. കാരണം ചമ്മന്തിയും തോരനൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ കാലാവസ്ഥ അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. അങ്ങനെ ഞാൻ കിട്ടിയ എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടൊരു വീഡിയോ പോലെ ആക്കിയിട്ടുണ്ട്. കാരണം എനിക്കും ക്ഷീണമുണ്ട്, ഉറക്കത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് എനിക്കും ഉണ്ട്. അപ്പം എടുത്ത എല്ലാം കൂടെ ചേർത്ത് ഞാനൊരു വീഡിയോ ആക്കിയതാണ്. വീഡിയോ മുടക്കണ്ടെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ എൻ്റെ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്